BJP ആയാലും ശരി, കോൺഗ്രസ് ആയാലും ശരി, കമ്മ്യൂണിസ്റ്റ് ആയാലും ശരി, നമ്മളെല്ലാവരും ഒന്നാണ്. ഈ വികസനം പറഞ്ഞ ചിത്തൂരിൽ എന്താണ്? ഒരു മുനിസിപ്പാലിറ്റി ആയിട്ട് ഇവിടെ ബസ് സ്റ്റാൻഡ് ഉണ്ടോ? ബസ് സ്റ്റാൻഡിൽ പോയാ യൂറിൻ പാസ് ചെയ്യാൻ ഒരു ബാത്റൂം ഉണ്ടോ? എന്താണ് വികസനം? മുനിസിപ്പാലിറ്റി ആയിട്ട് വടക്കഞ്ചേരി, നെന്മാറ ഒക്കെ ബസ് സ്റ്റാൻഡ് ഉണ്ട്. ഇവിടെ അതേമാതിരി ദേശീയ കൊങ്ങമ്പട ഇവിടെ കയ്യില് മന്ത്രി ഉണ്ടായിട്ട് 9:45 വിശേഷമൊക്കെ അടയ്ക്കുക, അമ്പലം അടയ്ക്കുക. ഇതാണ് വിശേഷം. ശരി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പഴക്കമുള്ള മുനിസിപ്പാലിറ്റിയിൽ ഒന്നാണ് ചിറ്റൂർ. ആ ചിറ്റൂർ മുനിസിപ്പാലിറ്റി ഇതാ ഈ കഴിഞ്ഞ 3 വർഷം മുമ്പ് വരെ ഭരിച്ചത് ഇതാ ഈ നിൽക്കുന്ന സോയയുടെ പാർട്ടിയാണ്. MLA ഉണ്ടായിരുന്ന ചെയർമാനായിട്ട് ഒന്നും ഈ ചിറ്റൂരിന് വേണ്ടി ചെയ്യാൻ കഴിയാതിരുന്നത് കൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പുറങ്കാലുകൊണ്ട് കോൺഗ്രസിന് ചിറ്റൂരുകാർ ചവിട്ടിത്തെറിപ്പിച്ചത്. അതേ അനുഭവം സോയ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ നിങ്ങളുടെ സ്ഥാനാർത്ഥിക്കുണ്ടാകും. അതുകൊണ്ടായിരിക്കും PK ബിജുവിനെ ഇവിടുന്ന് ഓടിച്ചു വിട്ടത് ആളുകൾ. PK ബിജുവിനെ ആളുകൾ ഓടിച്ചു വിട്ടത് അതുകൊണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും PK ബിജുവിനെ നാട്ടുകാർ ഓടിച്ചു വിട്ടത്. നിങ്ങളുടെ MP പരാജിതയാണ്. നിങ്ങളുടെ MP യെ കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം.